ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? തദ്ധിതത്തിന് ഉദാഹരണം മണ്ടത്തം. തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ തദ്ധിതം എന്ന് പറയുന്നു. തദ്ധിതം 5 വിധമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. തന്മാത്രാ തദ്ധിതം. ഒന്നാമത്തെ തദ്ധിതം തന്മാത്രാ തദ്ധിതം. അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ചു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ചു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. ഉദാഹരണം വെണ്മ, നന്മ, പുതുമ, കാടത്തം, കുട്ടിത്തം മുതലായവ. അപ്പോൾ അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ചു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. ഉദാഹരണം വെണ്മ, നന്മ, പുതുമ, കാടത്തം, മണ്ടത്തം, കുട്ടിത്തം തുടങ്ങിയവ. അടുത്തത് തദ്വതദ്ധിതം. തദ്വതദ്ധിതം അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതാണ് തദ്വതദ്ധിതം. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. ഉദാഹരണം മടിയൻ, പിശുക്കൻ, തടിയൻ, കിഴക്കൻ മുതലായവ തദ്വതദ്ധിതത്തിന് ഉദാഹരണമാണ്. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതാണ് തദ്വതദ്ധിതം. ഉദാഹരണം മടിയൻ, പിശുക്കൻ, തടിയൻ, കിഴക്കൻ മുതലായവ. അടുത്തത് പൂരണി തദ്ധിതം. ഒരു സംഖ്യയോടൊപ്പം ആം, അതെ ഇവയിൽ ഏതെങ്കിലും ചേർന്ന് പൂരണി തദ്ധിതം നിർമ്മിക്കുന്നു. ആം, അതെ ഇവയിൽ ഏതെങ്കിലും ചേർന്നാൽ പൂരണി തദ്ധിതമാകുന്നു. ഉദാഹരണം രണ്ടാമത്തെ, അതെ, രണ്ടാമത്തെ, രണ്ടാം, ആം, രണ്ടാം. അപ്പോൾ പൂരണി തദ്ധിതം എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയോടൊപ്പം ആം, അതെ ഇവയിൽ ഏതെങ്കിലും ചേർന്നാൽ പൂരണി തദ്ധിതം ഉണ്ടാകുന്നു. അടുത്തത് നാമനിർമ്മായി തദ്ധിതം. അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന തദ്ധിതമാണ് നാമനിർമ്മായി തദ്ധിതം. അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന തദ്ധിതം. ഉദാഹരണം കണ്ടവൻ, അൻ, കണ്ടത്, അത്. ഇത് നാമനിർമ്മായി തദ്ധിതമാണ്. അപ്പോൾ അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർന്ന് നിർമ്മിക്കുന്നത് നാമനിർമ്മായി തദ്ധിതം. ഉദാഹരണം കണ്ടവൻ, കണ്ടവൾ, കണ്ടത് തുടങ്ങിയവ. അടുത്തത് സംഖ്യാതദ്ധിതം. സംഖ്യാതദ്ധിതം സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതം സംഖ്യാതദ്ധിതം. ഉദാഹരണം മൂവർ, മൂവർ, ഒരുവൾ, ഒരുവൻ. ഇതെല്ലാം സംഖ്യാതദ്ധിതമാണ്. വിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതം സംഖ്യാതദ്ധിതം. ഉദാഹരണം മൂവർ, ഒരുവൾ, ഒരുവൻ തുടങ്ങിയവ. അപ്പോൾ തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. തദ്ധിതം 5 വിധമുണ്ട്. ഒന്ന് തന്മാത്രാ തദ്ധിതം. തന്മാത്രാ തദ്ധിതം എന്ന് പറയുമ്പോൾ അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ചു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. തന്മാത്രാ തദ്ധിതം അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ച് കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. വെണ്മ, നന്മ, പുതുമ, കാടത്തം, കുട്ടിത്തം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. അടുത്തത് തദ്വതദ്ധിതം. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നതാണ് തദ്വതദ്ധിതം. ഉദാഹരണം മടിയൻ, പിശുക്കൻ, തടിയൻ, കിഴക്കൻ തുടങ്ങിയവ. അടുത്തത് പൂരണി തദ്ധിതം. ഒരു സംഖ്യയോടൊപ്പം ആം, അതെ ഇവയിൽ ഏതെങ്കിലും ചേർന്നാൽ പൂരണി തദ്ധിതം ഉണ്ടാകുന്നു. ഉദാഹരണം രണ്ടാമത്തെ, രണ്ടാം തുടങ്ങിയവ പൂരണി തദ്ധിതത്തിന് ഉദാഹരണങ്ങളാണ്. നാലാമത്തെ നാമനിർമ്മായി തദ്ധിതം. അൾ, തു, അൻ എന്നീ പ്രത്യയം പേരച്ചത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന തദ്ധിതമാണ് നാമനിർമ്മായി തദ്ധിതം. അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതം. ഉദാഹരണം കണ്ടവൻ, കണ്ടത് തുടങ്ങിയവ. അടുത്തത് സംഖ്യാതദ്ധിതം. സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതം സംഖ്യാതദ്ധിതം. ഉദാഹരണം മൂവർ, ഒരുവൾ, ഒരുവൻ തുടങ്ങിയവ. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? ചിഹ്നം തന്നിരിക്കുന്നുണ്ട്. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? ഭിത്തിക. ചിഹ്നം ഭിത്തിക. ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ പേരെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബിന്ദു. ഫുൾ സ്റ്റോപ്പിന് ബിന്ദു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പൂർണ്ണവിരാമം എന്ന് പറയുന്നു. ബിന്ദു അല്ലെങ്കിൽ പൂർണ്ണവിരാമം.
പിന്നെ കുറേ ബിന്ദുക്കൾ തന്നെ ബിന്ദുമാല എന്ന് പറയുന്നു. ബിന്ദുമാല. ക്വസ്റ്റ്യൻ മാർക്കിന് എന്താ പറയുന്നത്? കാഗു അല്ലെങ്കിൽ അനിയോഗ ചിഹ്നം. കാഗു അല്ലെങ്കിൽ അനിയോഗ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്കിന്. അടുത്തത് അങ്കുശം, കോമയ്ക്കാണ് പറയുന്നത്. അങ്കുശം, അല്പവിരാമം തുടങ്ങിയവ കോമയ്ക്ക് പറയുന്നു പേര്. അങ്കുശം, അല്പവിരാമം. കൊട്ടേഷന് പറയുന്നത് ഉദ്ധരണി. ഉദ്ധരണി അതായത് കോഷ്ടം, സ്ക്വയർ മാർക്കറ്റ്, കോഷ്ടം. സ്ക്വയർ മാർക്കറ്റിനെ പറയുന്ന പേരാണ് കോഷ്ടം. അപ്പോൾ ബിന്ദു അല്ലെങ്കിൽ പൂർണ്ണവിരാമം, ബിന്ദുമാല, കാഗു, അനിയോഗ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്കിന് പറയുന്നത്. പിന്നെ കോമയ്ക്ക് അങ്കുശം, അല്പവിരാമം. കൊട്ടേഷന് പറയുന്ന പേര് ഉദ്ധരണി. സ്ക്വയർ ബ്രാക്കറ്റിന് പറയുന്നത് കോഷ്ടം. അടുത്ത ചിഹ്നം വിക്ഷേപിണി. എക്സ്ക്ലമേഷൻ മാർക്ക് വിക്ഷേപിണി. പിന്നെ ഹൈഫൺ, ശൃംഖല. ഹൈഫൺ എന്ന് പറയുന്ന പേര് ശൃംഖല. ഡാഷ് എന്ന് പറഞ്ഞാൽ രേഖ, ഡാഷ് രേഖ. ബ്രാക്കറ്റിന് പറയുന്ന പേര് വലയം, ബ്രാക്കറ്റ് വലയം. പിന്നെ സ്ലാഷ്. സ്ലാഷ് എന്ന കർണരേഖ, അതുപോലെ ചരിവ് രേഖ, വികല്പം എന്നൊക്കെ പറയുന്നത് സ്ലാഷാണ്. കർണരേഖ, ചരിവ് വര, വികല്പം. അപ്പോൾ ചിഹ്നങ്ങൾ നോക്കൂ. എക്സ്ക്ലമേഷൻ മാർക്ക് വിക്ഷേപിണി, ഹൈഫൺ ശൃംഖല, ഡാഷ് രേഖ, ബ്രാക്കറ്റ് വലയം, സ്ലാഷ് കർണരേഖ, ചരിവ് വര, വികല്പം. അടുത്ത ക്വസ്റ്റ്യൻ, വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക. വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക. ആൻസർ വരുന്നത് സമകാലികൻ. വികലമല്ലാത്ത പ്രയോഗം സമകാലികൻ. ശരിയായ പദങ്ങൾ കുറച്ച് നോക്കാം. അഘാതം, ഉദ്ഘാടനം, അസ്ഥിവാരം, വിഡ്ഢിത്തം, പീഡനം, ചെലവ്, ഉച്ഛ്വാസം, ഐകമത്യം, മനഃശുദ്ധി, ജഡം, പൂർവികൻ, ഉൽപാദനം, ചെമന്ന, അനന്തരവൻ, ശിപാർശ, കവയിത്രി, വിമ്മിട്ടം, പാടകം, ശബദം, ആണത്തം, ഛർദി. ഇവയൊക്കെ ശരിയായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. കോടിമുണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടിമുണ്ട്. കോടിമുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി. വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി. അതിജാതൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ ഉള്ളവൻ. അതിജാതൻ എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവൻ. കുന്തം മുല്ല. മന്ദര കൂനുള്ള. മഞ്ചീരം കാൽച്ചിലമ്പ്. പിതാക്കൾ പൂർവികർ. ദൗഹിത്രി മകളുടെ മകൾ. അപ്പോൾ വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി. അതിജാതൻ മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവൻ. കുന്തം, മുല്ല, മന്ദര, കൂനുള്ള, മഞ്ചീരം, കാൽച്ചിലമ്പ്. പിതാക്കൾ പൂർവികർ. ദൗഹിത്രി മകളുടെ മകൾ. അടുത്തത് ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ. ഹരിണം മാൻ. മനീഷ ബുദ്ധി. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അനുഗൻ കാമുകൻ. പ്രമാദം തെറ്റ്. പ്രസംഗവശാൽ സന്ദർഭവശാൽ. മഞ്ജുഷ പൂക്കൂട. ഉടു നക്ഷത്രം. കൂടം കൊടുമുടി. അപ്പോൾ ഹരിണം മാൻ, മനീഷ ബുദ്ധി, അനുഗൻ കാമുകൻ, പ്രമാദം തെറ്റ്, പ്രസംഗവശാൽ സന്ദർഭവശാൽ, മഞ്ജുഷ പൂക്കൂട, ഉടു നക്ഷത്രം, കൂടം കൊടുമുടി.